നെടുങ്കണ്ടം പച്ചടിയിൽ വഴി തകർത്ത കുടുംബത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയതായി പരാതി. സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള കോൺക്രീറ്റ് പാത രാത്രിയിൽ JCB ഉപയോഗിച്ച് തകർത്തു. പ്രദേശത്ത് വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്ന സംഘമാണ് പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നു. നെടുങ്കണ്ടത്തിന് സമീപം പച്ചടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കോൺക്രീറ്റ് വഴി JCB ഉപയോഗിച്ച് തകർത്തതായി പരാതി. പച്ചടി കണ്ടച്ചാലിൽ ജോസ് തോമസിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സമീപത്ത് വസ്തു വാങ്ങിയ തമിഴ്നാട് സ്വദേശി ഇല്ലാതാക്കി സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞത്. ടാർ റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള വഴിയുടെ ഇരുവശത്തുള്ള ഭൂമി രണ്ട് വ്യത്യസ്ത വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. 25 വർഷമായി ഈ വഴിയിലൂടെ ഇവർ സഞ്ചരിക്കുകയും വാഹനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിരുന്നതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ രണ്ട് വസ്തുക്കളും ടാർ റോഡിന് എതിർഭാഗത്ത് വിവിധ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്ഥലങ്ങളും തമിഴ്നാട് സ്വദേശികൾ വിലയ്ക്ക് വാങ്ങിയിരുന്നു. തുടർന്ന് കൃഷി ഒരുക്കുന്നതിനായി JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചതോടെ ജോസിന്റെ വീട്ടിലേക്കുള്ള മൺപാതയിലൂടെ കാൽനടയാത്ര പോലും ദുരിതത്തിലായി. ഇതോടെ മൺപാത ജോസ് കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. തുടർന്നാണ് രാത്രിയിൽ ഒരു സംഘം ആളുകളെത്തി JCB ഉപയോഗിച്ച് പാത തകർത്തത്. വഴി നിലവിലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 25 വർഷമായിട്ട് സ്വതന്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവർ വന്ന് സ്ഥലം എടുത്ത് കഴിഞ്ഞിട്ട് ഹിറ്റാച്ചി കയറ്റി കളച്ചെന്നാൽ ഒരു തരത്തിൽ ഈ വഴിയിൽ ഇറങ്ങാൻ മേലെ ഈ മണ്ണുംപൊടിയെല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് പ്രായമുള്ളവരും കൊണ്ടൊന്നും ഇറങ്ങത്തില്ല. അങ്ങനെ അത് ചടങ്ങായി ഇവർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് ചെയ്തോളാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇന്നലെ രാത്രി 7:45 രാത്രിക്ക് വന്ന് പൊളിച്ചു കളഞ്ഞു. കുറേ ആളെയും വണ്ടിയെല്ലാം ആയിട്ട് വന്നു. ഈ പ്രദേശം ഭൂമാഫിയയുടെ പിടിയിലാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചുറ്റുമുള്ള ഭൂമി വാങ്ങിയ ശേഷം വഴിയും വെള്ളവും തടസ്സപ്പെടുത്തുകയും ചെറുകിട കർഷകരെ പ്രതിസന്ധിയിലാക്കുകയുമാണെന്നും ഇവർ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്നതോടെ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വിൽക്കുവാൻ കർഷകർ നിർബന്ധിതരാകുകയും ഈ സമയം തമിഴ് ഭൂമാഫിയ സ്ഥലങ്ങൾ വാങ്ങുകയും ചെയ്യുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. വഴി തകർത്തത് സംബന്ധിച്ച് ജോസ് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.